ഒയ്യോ, ഒരച്ഛൻ്റെ പടം വരച്ചപ്പോൾ ഇവിടെ എന്തൊക്കെ പുകിലാണ്ടായത്. ആ അച്ഛൻ ആരുടെയൊക്കെ അച്ഛനാന്നുള്ളത് വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഈ സ്കിറ്റിൽ ഉണ്ടായിരുന്ന ചേട്ടനെയും അനിയനെയും നമുക്ക് വേദിയിലേക്ക് വിളിക്കാനുള്ള സമയമാണ്. വെൽക്കം ചേട്ടൻ ആൻഡ് അനിയൻ. ഇതെന്താ ക്യാൻവാസ് ഒക്കെ ആയിട്ട്? ഞാനൊരു ആർട്ടിസ്റ്റ് ആണല്ലോ. ഞാൻ എവിടെ പോയെന്ന് പറഞ്ഞാൽ എന്റെ കൂടുതൽ ഈ സാധനം കാണും. പഴയ ബ്രോക്കർമാർ വരുമ്പോൾ കഷ്ടത്തിന് വായിക്കില്ല എന്ന് പറഞ്ഞ പോലെ ആർട്ടിസ്റ്റിന്റെ കയ്യിൽ എപ്പോഴും ഈ സാധനം ഇപ്പൊ കിട്ടിയ അനിയനാ. ഇപ്പൊ കിട്ടിയ അനിയൻ എങ്ങനെയുണ്ട്? സ്വഭാവമൊക്കെ എങ്ങനെയുണ്ട്? ഒന്നും അറിയാനായിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ചിത്രം തമിഴ്നാട്ടിലോട്ടുണ്ട്, അങ്ങോട്ട് പോകണം. അത് ശരി. എങ്ങനെ ഇന്ത്യ മൊത്തം, ഇന്ത്യ ഒട്ടാകെ ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ അറിയാം. ഇതിന്റെ വിവരം അതിനകത്ത് അറിയാം, കമന്റായിട്ട് അറിയാം. കുറച്ച് സമയത്തിനുള്ളിൽ വന്നോളും ഇതുപോലെ കുറെ ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ അല്ലേ? ഇതിപ്പം എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ചിത്രം വരയ്ക്കാണല്ലോ വല്ല പരിപാടി? ഞാനൊരു ആർട്ടിസ്റ്റ് ആണ്. ഇത് എന്റെ കയ്യിൽ എപ്പോഴും കാണും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു ചിത്രം വരച്ചു തരുമോ? അതെന്താ, ആർട്ടിസ്റ്റ് അല്ലേ? അതെന്തേ ചേട്ടൻ പറയണോ? ഒന്ന് വരച്ചാന്നേ. ഇല്ല, നടക്കില്ല. ഭയങ്കര ജാടയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പെണ്ണുങ്ങളുടെ പടമൊക്കെ വരയ്ക്കാൻ നേരത്ത് നമുക്ക് സമയം വേണം. എനിക്ക് നേരത്തെ ഞാൻ വരയ്ക്കല. അതിന് ഞാൻ പ്രത്യേകം ഞാൻ പറയുന്നിടത്ത് വരണം. അങ്ങനെ എനിക്കിപ്പോ ഒരു ചിത്രം വേണ്ട. ഞാൻ ഫോട്ടോ എടുത്താം സ്റ്റുഡിയോ പോയിട്ട്. അല്ല പിന്നെ. അപ്പൊ എന്തായാലും ഞാനൊരു ഗിഫ്റ്റ് അങ്ങോട്ട് തന്നാലോ? അച്ഛനെയൊക്കെ വരച്ച് അടിപൊളിയായിട്ട് ഒരു ചേട്ടനെയൊക്കെ കിട്ടിയതല്ലേ. അപ്പൊ ഞാനൊരു ഗിഫ്റ്റ് അങ്ങോട്ട് തന്നാലോ? അതെന്താ, ഒരു അനിയനെ കിട്ടിയതല്ലേ എന്നൊക്കെ. അപ്പൊ ആരുടെ ഭാഗ്യം ഇത്? ചേട്ടനെ കിട്ടിയത് കാരണം ഇദ്ദേഹത്തിന്റെ ഭാഗ്യമാണോ? അനിയനെ കിട്ടിയ കാരണം ഇദ്ദേഹത്തിന്റെ ഭാഗ്യം? രണ്ടുപേർക്കും ഭാഗ്യമുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇതങ്ങോട്ട് മേടിച്ചോ? അല്ല, ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പിന്റെ നല്ല കിട്ടില്ലനായിട്ടുള്ള ഗിഫ്റ്റ് രണ്ടുപേരും കൂടെ അവിടെ ഇട്ടു. അല്ല, അതെ, എല്ലാവർക്കും ഉള്ളതുണ്ട്. അതുകൊണ്ട് തർക്കിക്കൊന്നും വേണ്ട. നല്ല ചേട്ടാനുജന്മാരാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഗിഫ്റ്റ് ഒക്കെ തന്നതല്ലേ. ഞാൻ ഈ ഗിഫ്റ്റ് തന്ന എന്തിനാന്ന് അറിയാമോ? ഒരു ചിത്രം എന്തായാലും വരക്കണം. എന്റെ ചിത്രം വരക്കണ്ട, നമുക്ക് ചേട്ടന്റെ ചിത്രം വരച്ചാളും. അല്ല വേണ്ട, ചേട്ടന്റെ അത് വേണ്ട. അത് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ പറയുന്ന സ്ഥലത്ത് വരണം, പറയുന്ന ഡ്രസ് ഇടണം, പറയുന്ന പോസിൽ നിക്കണം. വേണ്ട, കുറച്ച് സ്വഭാവം നിനക്ക് കിട്ടിയിട്ടുണ്ട്. മത്ത കുത്തിയ കുമ്പളം മുളയ്ക്കോ അനിയ? അപ്പൊ ഒരു കാര്യം ചെയ്യും, എന്നാലും എന്റെ ചേട്ടന്റെ പടം ഞാനങ്ങ് വരയ്ക്കാം. അല്ല പിന്നെ അതാണ് എന്നാ പറയുന്നു? ഓക്കെ, ഒരു പാട്ടും കൂടെ അങ്ങ് പാടിയാലോ? ഞാനൊരു പാട്ടും പാടിയാപ്പുള്ള പടം വരയ്ക്കും. ഓ അടിപൊളി, അതാണ് ആർട്ടിസ്റ്റ്. ചിത്രവര മാത്രമല്ല, നമ്മൾ ഒരു പാട്ടും പാടുന്നു. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. 6 feet deep under, but my body won't decay. Cause my messages are timeless, so they'll put them on display. Oh yeah, I rap with a certainty, I have a sense of urgency. A message for eternity, for everyone internally. I had some people burning me, but now they fucking learn to see I ain't the one to fuck with, now they looking nervously. And I don't really care what you think of me respectfully. You can kick rocks if you think you're fucking better, see. I will outwork you, turn you to an enemy. Hurt you so bad that you're gonna need some therapy. I got the motherfucking recipe. I've been cooking up hits, I'ma leave a legacy. You'll be looking small when you're standing right next to me. I'm 5'10", bitch, but I'm 10 feet next to me. 'Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. 'Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yeah, I'ma do it my way. Coming out with a statement. You really changed, man. All your music and arrangement. You don't know shit. Shut your mouth. You can save it. I'm the same dude that got his come up from the basement.
future. We all start losers. We're all late bloomers, gotta struggle through the sewer. What you say? Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yeah, I'ma do it my way. Yeah, I'ma do it my way. എങ്ങനെയുണ്ട് സാധനം? ഓ കിടക്കാച്ചേ ആ എങ്ങനെയുണ്ട്? നമ്മൾ അച്ഛനെ പോലെ ഇരിക്കുന്നല്ല. ഇതിനേക്കാൾ വൃത്തിയാണെന്ന് തോന്നി നമ്മുടെ അച്ഛൻ്റെ ടൈപ്പില്ലേ? പിന്നെ ആ അതാണ്. പക്ഷെ ആ മുടിയൊക്കെ നോക്കി ആ അതാ ഞങ്ങളെ പോലെയായിരുന്നു പറഞ്ഞു കേട്ടുള്ളത്. അത് ശരി. 2 മാസത്തെ കീച്ചല്ലേ ഉള്ളു, നമുക്ക് അറിയത്തില്ല. കണ്ടേ 2 മാസം ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അതെ അതാ കൊള്ളാം, അടിപൊളി. അപ്പൊ എങ്ങനെയുണ്ട്? അയ്യോ ഗംഭീരമായി. പാട്ട് പാടിക്കൊണ്ട് എങ്ങനെയാ ഇത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നേ? അതങ്ങനെ ഞങ്ങള് ഒരു രക്ഷയില്ല. ഇപ്പൊ കഴിഞ്ഞല്ലേ? ഓ അപ്പൊ അപമാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരെ പൊക്കോട്ടെ. നല്ല കാര്യം. ഞാൻ അപമാനിച്ചതല്ല, ഞാൻ കാര്യം പറഞ്ഞത് വളരെ ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ എപ്പിസോഡ് കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ ഒരു ഫോട്ടോ വരച്ചു തരണം പ്ലീസ്. നേരത്തെ പറഞ്ഞ പോലെയാണോ? ആ അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇപ്പൊ കൊറേ ആയി ഞാൻ ചോദിക്കുന്നു. ഞാൻ ഫ്രെയിം ചെയ്ത് വെക്കാം എന്റെ വീട്ടില്. അല്ല പിന്നെ ഞാനും വരും, ബോർഡ് കൊണ്ടുണ്ട്. എങ്ങനെ ബോർഡ് കൊണ്ട് ആള് വരണ്ടേ? വേണ്ട, ഈ ബോർഡ് ഞാൻ അങ്ങ് തന്നെത്താനെ ചുമന്നോണ്ട് വരുന്ന വരച്ചോളാം കേട്ടോ. അച്ഛന്റെ അതേ സ്വഭാവം. രണ്ടുപേർക്കും ഒരാൾക്ക് മാത്രമൊന്നുമല്ല, രണ്ടുപേർക്കും അതേ സ്വഭാവം. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു.